PR വിവാദത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന പിണറായിക്കെതിരെ പുതിയ പോർമുഖം തുറന്ന് ജി സുധാകരൻ. പ്രായപരിധി പറഞ്ഞ് താനടക്കമുള്ളവരെ മാറ്റി നിർത്തിയതിനെതിരെയാണ് സുധാകരന്റെ കടന്നാക്രമണം. CPM-ൽ വിരമിക്കൽ പ്രായം 75 എന്നത് പാർട്ടി ഭരണഘടനയിൽ പറയുന്നുണ്ടോ എന്ന് ചോദ്യം ലക്ഷ്യമിടുന്നത് 79-ാം വയസ്സിൽ മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്ന പിണറായി വിജയനെയാണെന്ന് വ്യക്തമാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, വലിയ പ്രതിരോധത്തിലാണ് അല്ലെങ്കിൽ തന്നെ പാർട്ടി, ആ അവസരം മുതലെടുക്കുന്നതോ ജി സുധാകരന്റെ പ്രതികരണം? കൃഷ്ണ, ജി സുധാകരൻ ഇന്നലെ വ്യക്തമാക്കിയത് 75 വയസ്സ് കഴിഞ്ഞാൽ പാർട്ടിയിലെ ഒരു വിരമിക്കൽ എന്ന ഒരു ചട്ടം കൊണ്ടുവരുന്നു. അത് ഒരു തരത്തിലും പാർട്ടി ഭരണഘടനയിലോ ഒന്നും തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കീഴ്വഴക്കം കൊണ്ടുവന്നത് എന്നതാണ് ചോദിക്കുന്നത്. എന്നാൽ ആ കീഴ്വഴക്കം കൊണ്ടുവരുമ്പോഴും ചിലർക്കൊന്നും അത് ബാധകമല്ല. ഇത് കൊണ്ടുവന്നവർക്ക് തന്നെ ഇത് മാറ്റാൻ കഴിയുമല്ലോ എന്നതാണ് സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഈ 75 എന്ന പ്രായപരിധി കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രായം കൂടുതലായിരുന്നിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുകയും ഇല്ലെങ്കിൽ വീണ്ടും മത്സരിക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. ഇതിലെ ഒക്കെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, കഴിഞ്ഞ ആഴ്ച കൂടിയ PB കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റിയുടെയും PBയുടെയും ഏകോപന ചുമതല ഏൽപ്പിച്ചത് പ്രകാശ് കാരാട്ടിനെയാണ്. പ്രകാശ് കാരാട്ടും 75 വയസ്സ് കഴിഞ്ഞ് 76 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവർക്കൊന്നും ബാധകമല്ലാത്തത് ജി സുധാകരന് മാത്രമായി എങ്ങനെ ബാധകമായെന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം, ഒരു തുടർഭരണം വരുന്നതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണപരമായ ഏറ്റവും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിലെ ഭരണം അത് വലിയ രീതിയിൽ പ്രശംസ പറ്റിയിരുന്നു. നമുക്കറിയാം, കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് അടക്കം അത് നടപ്പിലാവാനുള്ള കാരണക്കാരനായിരുന്നതും മന്ത്രി ജി സുധാകരൻ അന്ന് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ഇടപെടലും അവിടെ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി തന്നെ വാങ്ങിയെടുക്കാനും ഒരുപാട് കത്തിടപാടുകൾ നടത്തിയിരുന്നു. അതെല്ലാം ഏറെ പ്രശംസിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ ഓരോ നിർമ്മാണങ്ങൾ, റോഡിൻ്റെ ആയാലും സ്കൂൾ കെട്ടിടങ്ങളിലെ എല്ലാം നിർമ്മാണങ്ങൾ അതും PWD ഏറ്റെടുത്താണ് ചെയ്തത്. അപ്പം ഈ മേഖലയിൽ നടന്ന വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഒരു തുടർഭരണത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതിയിലേക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് പോലെ ജി സുധാകരനെ ഒതുക്കി നിർത്താൻ, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മന്ത്രിയെ ഒതുക്കി നിർത്തിക്കൊണ്ടായിരുന്നു പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതിന് മുന്നോട്ട് പോകുന്നതിൽ കണ്ടെത്തിയ ഒരു പ്രധാന കാരണമായിരുന്നു ഈ പ്രായപരിധിയും 2-ൽ കൂടുതൽ തവണ അടുപ്പിച്ച് മത്സരിക്കുക എന്നതും. എന്നാൽ അത്തരം കാര്യങ്ങൾ പോലും മറ്റു ചിലർക്ക് ഇളവ് ലഭിക്കുന്ന സാഹചര്യം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ഉയരുന്നു. ഇപ്പോൾ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് AK ബാലൻ 75 വയസ്സ് കഴിഞ്ഞതാണ്. ആ രീതിയിൽ പലരും ഉള്ളപ്പോൾ SRPയെ തന്നെ ഇപ്പോഴും PBയിലെ ക്ഷണിതാവായി നിർത്തുന്നു. 80 വയസ്സ് പിന്നിട്ടയാളാണ്. പക്ഷേ ജി സുധാകരൻ്റെ ഘടകം ബ്രാഞ്ച് കമ്മിറ്റിയാണ്. ആലപ്പുഴയിലെ പാർട്ടി ഓഫീസ് നിൽക്കുന്ന അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് ജി സുധാകരൻ്റെ ഘടകം നിശ്ചയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഒരു നേതാവിനെ ഒതുക്കുമ്പോൾ അത് പാർട്ടിയിൽ 2 ചട്ടം എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കണക്കാക്കാൻ കഴിയുന്നത്. ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നില്ല, ഈ വിമർശനം ഉന്നയിക്കപ്പെടുന്നത് ഈ പാർട്ടി സമ്മേളന കാലയളവിൽ അത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തേണ്ട ഒരു ഘട്ടത്തിൽ. അതിൽ 2 സാധ്യതകളാണ് ഇതിൽ ഉയരുന്നത്. ഒന്ന്, ഇപ്പോൾ പിണറായിയെ മാറ്റിക്കൊണ്ട് മറ്റൊരു നേതാവ് വരണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു കൂട്ടം ആൾക്കാർ മുന്നോട്ട് നീങ്ങുന്നു. പാർട്ടിയിലെ വിഭാഗീയതയല്ല ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ വീണ്ടും അധികാരത്തിൽ തുടരണമെന്ന ആശയോടെ ഇല്ലെങ്കിൽ ഈ ഇപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആ അധികാരം നിലനിർത്തി മുന്നോട്ട് പോകണം എന്ന ആഗ്രഹവുമായി പിണറായിയെ അനുകൂലിക്കുന്നവരും നിലകൊള്ളുന്നു. അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പിണറായി അനുകൂലിക്കുന്നവരും ഇതുപോലെ പ്രായം 75 പിന്നിട്ട AK ബാലനുമൊക്കെയാണ് സജീവമായി രംഗത്തുള്ളത്. പിന്നീടുള്ളതും മരുമകൻ മുഹമ്മദ് റിയാസാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്ന ഈ കാര്യത്തിൽ അത് പിണറായിയെ അനുകൂലിക്കാനാണോ, ഇല്ല പിണറായി തുടരുന്നതിൽ എന്താണ് കുഴപ്പമെന്നതാണോ ലക്ഷ്യം വെക്കുന്നത്? അതല്ലെങ്കിൽ പിണറായിക്കാകാം, പ്രകാശ് കാരാട്ടിനാകാം, പിന്നെ എന്തുകൊണ്ട് തന്നെ മാത്രം മാറ്റി നിർത്തി എന്ന ചോദ്യവും അതിനോടൊപ്പം തന്നെ നിലനിൽക്കുകയാണ്. എന്തു തന്നെയായാലും ഈ സമ്മേളന കാലയളവിൽ ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഒരു പുതിയ ചർച്ചയ്ക്ക് കൂടി വഴി തുറക്കുന്നു എന്നത്, അതായത് വലിയ സംഘടനാ സംവിധാനമുള്ള കൃത്യമായ നയമുള്ള പാർട്ടി എന്ന് സ്വയം അഹങ്കരിക്കുന്ന CPM-ന്റെ നേതാക്കൾക്ക് 2 തരം നീതി എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു ജി സുധാകരൻ. അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ആദ്യമായല്ലോ ജി സുധാകരൻ CPM-ന്റെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത്. എനിക്കൊരു നീതി, ചിലർക്ക് വേറൊരു നീതി എന്ന് കൂടി ആവർത്തിച്ചു പറയുന്നു, അല്ലേ?
അങ്ങനെ തന്നെയാണ് കൃഷ്ണ. കാരണം CPM-ൽ ഒരു പക്ഷേ CPM-ലെ തോമസ് ഐസക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ അതിലും മുതിർന്ന നേതാവായിരുന്ന ജി സുധാകരനെ പരിഗണിച്ചില്ല. KK ശൈലജയും ഒക്കെ വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വിളിക്കുമ്പോൾ സുധാകരൻ ആ പ്രതിഷേധം കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോലും കയറാതെ മാറി നിന്ന വ്യക്തിയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ വരെ മാത്രമേ ഇത്രയും മുതിർന്ന ഒരു നേതാവ് എത്തിയിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ സജി ചെറിയാൻ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ അതിലേക്കൊന്നും വരാതെ ജി സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം നിൽക്കുകയാണ്. ഇന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് എത്തപ്പെടുന്നു. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊതുമരാമത്ത് മന്ത്രി സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അവിടെയും മികവ് പുലർത്തിയ മന്ത്രി, ദേവസ്വം ബോർഡിലെ അഴിമതിക്കെതിരെ ശക്തമായി നിലപാടെടുത്ത നല്ലൊരു ദേവസ്വം മന്ത്രി, കയർ കേരള പോലുള്ള വലിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കയർ മേഖലയെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പഴയ കയർ മന്ത്രി, ഈ ഇതിലെല്ലാം ഏത് സ്ഥാനം വഹിച്ചോ അവിടെയെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജി സുധാകരനെ പാർട്ടിക്ക് വേണ്ട, പാർട്ടി പൂർണ്ണമായും ഒഴിവാക്കി നിർത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ? അതുതന്നെയാണ് ജി സുധാകരൻ ചോദിക്കുന്നത്. ഈ പ്രായത്തിൻ്റെ പരിധിയിൽ ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ EMS-ഉം AKG-യും EK നയനാരും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു അവസാന ഘട്ടത്തിൽ? അതിലുപരി ഏറ്റവും നല്ല കഴിഞ്ഞ ഒരു 20 വർഷത്തെ മുഖ്യമന്ത്രി എടുത്താൽ VS അച്യുതാനന്ദൻ അതിൽ ഭേദപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു. ആ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നതും 80 വയസ്സിന് ശേഷമാണ്. അപ്പോൾ പ്രായമല്ല ഇതിലൊന്നും ഘടകം വന്നത്. അടിവരയിട്ട് നിരത്തിക്കൊണ്ടാണ് ജി സുധാകരൻ ഈ കാര്യം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ പാർട്ടിയിൽ അത് തിരുത്തപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്ക് വേണ്ടത് ഇന്ന് അഴിമതി ചെയ്യുന്നവരെയും മറ്റ് താല്പര്യങ്ങൾക്കൊപ്പം ഒഴുകുന്നവരെയുമാണ്. ഇപ്പോൾ ജി സുധാകരന് പകരം മറ്റൊരു പൊതുമരാമത്ത് മന്ത്രി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പാർട്ടിയിലേക്ക് ഫണ്ട് കൊണ്ടുവരും. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള സജി ചെറിയാൻ വരുമ്പോൾ സജി ചെറിയാനോട് ആവശ്യപ്പെട്ടാൽ കൊണ്ടുവരുന്നത് പോലെ ഫണ്ട് സ്വരൂപിക്കാനോ ഒന്നും ജി സുധാകരന് സാധിക്കില്ല. ജി സുധാകരന് കുറേ കൂടി അതിലൊക്കെ ചില ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ ആ വ്യത്യാസം പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അതാണ് വേണ്ടതെന്ന തിരിച്ചറിവാവാം ഒരുപക്ഷെ ജി സുധാകരനെ പോലുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കി കടന്നാക്രമിക്കുകയാണ് ജി സുധാകരൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.